ഫൈൻ. അപ്പോ രാവിലെ മാർക്കറ്റില് നിഫ്റ്റി 50 ഓൾമോസ്റ്റ് ഒരു എന്താണ് ഒരു നെഗറ്റീവ് ട്രെൻഡ് ഉണ്ടായിരുന്നു. ഇന്നലെ ഒരു വീക്ക്നെസ്സിൽ സ്ലൈറ്റ്ലി ഒരു വീക്ക്നെസ്സിൽ അങ്ങനെ നിന്നാണ് ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഔട്ട് ചെയ്ത് മേളിലോട്ട് കയറി. ഇത് കംപ്ലീറ്റ്ലി ഒരു സ്റ്റോക്ക് ഡ്രിവൺ ആണ്. സോ സ്റ്റോക്ക് ഏതാണെന്ന് 2 ദിവസമായിട്ട് പറയുന്നുണ്ട്. ഇന്നലെ ഒരു മീഡിയം മൂവ് ആയിരുന്നു ഇന്നലെ നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവില് വന്ന എല്ലാവർക്കും അറിയാം. HDFC ബാങ്ക് ഒഴികെ ബാക്കി 5 സ്റ്റോക്കും ഇന്നലെ വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. HDFC ബാങ്ക് അവിടെ തന്നെ സ്റ്റക്ക് ചെയ്ത് നിൽക്കുമായിരുന്നു. ഒരു 1% ഇല്ലെങ്കിൽ ഒരു 0.5% HDFC ബാങ്ക് ഇന്നലെ സോളിഡ്ലി ഗ്രീനിലായിരുന്നു. ഇന്ന് അതേ സംഭവം തന്നെയാണ്. HDFC ബാങ്കിന്റെ ആ ഒരു ന്യൂസ് എല്ലാരും കേട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോ അതിനനുസരിച്ചിട്ട് ഇന്നൊരു ഓൾമോസ്റ്റ് ഒരു 3% അപ്പ് കയറി വന്നിട്ടുണ്ട് സ്റ്റോക്ക്. ഇനിയും ഇവിടുത്തെ ഒരു സപ്പോർട്ട് ലൈൻ എന്ന് പറയുന്നത് 1780 ആണ്. സോ ഇത് ഓൾമോസ്റ്റ് പോയി. നമ്മുടെ ഓൾമോസ്റ്റ് ടാർഗറ്റ് അടിച്ചു 1792, 1800 ആണ് നമ്മുടെ ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. 1880 തേർഡ് ടാർഗറ്റ് കിടപ്പുണ്ട്. അത് കുറച്ചുകൂടെ ലേറ്റ് ആവും. അപ്പൊ സെക്കൻഡ് ടാർഗറ്റ് വന്നത് ഹിറ്റ് ചെയ്തു. ഈ ന്യൂസ് ആണ് കുറച്ചുകൂടെ ഒന്ന് പുള്ളി ചെയ്ത് അത് കൊണ്ടുപോയത്. ഓക്കെ, അപ്പോ ഇനി എന്ത് സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം എന്നുള്ളത് അത് ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം ഇല്ല. സോ ഇപ്പോ എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തത് കാരണം വന്നതാണ്. ആ ഡിമാൻഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിരിക്കും സാധ്യത കൂടുതൽ. സോ സ്റ്റോക്ക് ഇന്ന് എന്താണ് എക്സ്പയറി കൂടെയാണ്. സോ വോളറ്റൈലിറ്റി അത്യാവശ്യം നന്നായിട്ട് കാണും ഈ ഒരു സ്റ്റോക്കില്. HDFC ബാങ്കില് ഈ ഒരു ലൈനിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇത് മാറി പോകുമ്പോഴേക്കും ഇവിടെ ഡിമാൻഡ് വളരെ വലിയൊരു കുറവും മാറി മാറി കാണിച്ചുകൊണ്ടിരിക്കും. സോ ഇന്നത്തെ ഇച്ചിരി ട്രിക്കി ആയിട്ടുള്ള ഒരു ഡേ ആണ്. ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഓൾറെഡി അവിടെ ഒരു ട്രേഡ് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു CE ട്രേഡ്. ലൈവിൽ നിന്നപ്പോ എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അതൊരു CE ട്രേഡ് ഓൾറെഡി അത് വന്നു. ഒരു 800+ വന്നപ്പോ തന്നെ അവിടെ ഒരു ട്രേഡ് ട്രിഗർ ചെയ്ത് പോയി. ഓക്കെ, അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ട്. 960 എബോവ് അത് പ്രൈസ് ആക്ഷൻ ആണ്. 960 എബോവ് പോയി കഴിഞ്ഞാൽ ഇനിയും ആ ഒരു ട്രേഡിന് വീണ്ടും കണ്ടിന്യൂറ്റി ഉണ്ട്. 53,100 ഫസ്റ്റ് ടാർഗറ്റ്, 53,240 സെക്കൻഡ് ടാർഗറ്റ് മേളിലോട്ട് കിടപ്പുണ്ട്. നോക്കിയിട്ട് ട്രേഡ് ചെയ്യുക. താഴേക്കാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു 800 തന്നെയാണ് ഇതിന്റെ ഫസ്റ്റ് സപ്പോർട്ടായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക. സോ ട്രേഡ് അക്കോർഡിംഗ്ലി അതിന് മാറ്റമൊന്നുമില്ല. സപ്പോർട്ടും റെസിസ്റ്റൻസും കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. ഇൻട്രാഡേ സ്റ്റോക്സ് നമ്മുടെ സ്ഥിരം റിലയൻസ് ഓൾറെഡി ഒരു മൂവിന് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. 3140 നിങ്ങൾക്കറിയാം. 3130 മേളിൽ ഒരു ബൈ മൊമെന്റം ഉള്ള ഒരു സ്റ്റോക്കാണ്. ചാർട്ട് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പോവാം. ഓൾമോസ്റ്റ് 3140 മേളിൽ ഇന്നലെ എവിടെ നിന്നാണോ മാർക്കറ്റിൽ ഇറങ്ങിപ്പോയത് ആ ഒരു ഏരിയയിലേക്ക് വരുന്നുണ്ട്. ഒരു 42 മേളിൽ അല്ലെങ്കിൽ 44 മേളിൽ എടുത്തു കഴിഞ്ഞാൽ 60 ഓർ 52 ഈ അടുത്ത 60 എന്നിങ്ങനെ 2 ടാർഗറ്റ്സ് ഇവിടെ കിടപ്പുണ്ട്. ബാക്കി എല്ലാവരും ഓക്കെ തന്നെയാണ്. ഓക്കെ, ഓഡിബിൾ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോ ഇതാണ് അതിന്റെ അകത്തുള്ള സെറ്റപ്പ്. ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യട്ടെ 3144 മേളില്. HDFC ബാങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. ഓക്കെ, ഇതിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് 1760 എന്നുള്ള ഒരു സപ്പോർട്ട്. എല്ലാരും ഉദ്ദേശിച്ച ടാർഗറ്റ് ഇന്ന് അടിച്ചല്ലേ. നമ്മൾ എല്ലാരും ഉദ്ദേശിച്ചിരുന്ന ടാർഗറ്റ് ആണ് 1800 എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ നമ്പർ ഹിറ്റ് ചെയ്യുമ്പോൾ എല്ലാരും ഒഴിവാക്കും. ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല ആ ഒരു സ്റ്റോക്ക് താഴെ വരുന്നതിന്. സോ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് പോട്ടെ. നമ്മുടെ ഗ്രൂപ്പിനകത്തും അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട ഏരിയ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഹോൾഡിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്ത് പോവാം. ഇപ്പോഴും 1780 ഒക്കെ എക്സിറ്റ് ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ്, കുഴപ്പമില്ല. നെക്സ്റ്റ് ഇൻഡസ്ഇൻഡ് ബാങ്ക് നല്ല എൻട്രി നിപ്പുണ്ട്. ക്ലാക് ബാങ്ക് നല്ല എൻട്രി നിപ്പുണ്ട്. സോ ഓൾറെഡി ഇൻട്രാഡേയിൽ കുറെ സ്റ്റോക്സിന്റെ ഈ ഒരു ലെവലിൽ മേളിൽ ഇപ്പൊ ട്രേഡ് ചെയ്യുന്നുണ്ട്. 1780 മേളിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റീബൗണ്ട് ചെയ്ത് 5N ക്യാൻഡലിൽ ഒരു റീബൗണ്ട് ചെയ്ത് തിരിച്ച് കയറി പോകും. ഇത് വന്ന് റീബൗണ്ട് ചെയ്ത് കയറി പോയേക്കാം. ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടാർഗറ്റ് 1800 വെക്കാം. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. 1800 എന്തുകൊണ്ട് ഞാൻ പറയുന്നു എന്നുള്ളത്
ഇൻഫോസിസ് ഒരു വീക്ക്നെസ്സിൽ നിൽക്കുന്നുണ്ട്, പക്ഷെ തിരിച്ചു കയറി വരാൻ പറ്റുന്ന സപ്പോർട്ട് ലൈനിലാണ് നിൽക്കുന്നത്. 1608 എന്ന് പറയുന്നത് സപ്പോർട്ട് ലൈനാണ്. നോക്കുക, ബൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്നത്തേക്ക് ഈ ഒരു സ്റ്റോക്കിനെ തൽക്കാലം വിട്ടേക്കാം. അവിടെ ഒരു കറക്ഷനിൽ ചെറുതായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. കൊടാക് ബാങ്ക് ഇൻട്രാഡേ നോക്കാം. ഇൻഡസ്ഇൻഡ് ബാങ്ക് ഒന്ന് ഇറങ്ങി വന്നിട്ട് തിരിച്ചു കയറി പോട്ടെ. ആക്സിസ് ബാങ്ക് നല്ലൊരു മൂവ്മെന്റ്, വളരെ നല്ലൊരു മൂവ്മെന്റ്. ഓക്കെ, ഇനിയും അത് കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഗുഡ്. SBI അത്ര ഗുഡ് അല്ല. SBI അടുത്ത 840 പോകാനുള്ള ഒരു റെഡി ആകുന്നുണ്ട്. സോ അതും നിങ്ങൾക്ക് വാച്ച് ചെയ്ത് വെക്കാം. ഇവിടെ ഒരു ട്രെൻഡ് താഴോട്ട് കിടപ്പുണ്ട്. ഈ ട്രെൻഡിനെ നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് ഈ ട്രെൻഡ് ബ്രേക്ക്ഔട്ട് ചെയ്യാൻ, ആക്ച്വലി ട്രെൻഡ് ബ്രേക്ക്ഔട്ട് ചെയ്യണമെന്ന് പോലും ഇല്ല. ഇതൊരു ഡബിൾ ബോട്ടം. ഓക്കെ, ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് കയറി വരുമ്പോൾ നിങ്ങൾക്ക് 832 to 840 അടുത്ത നെക്സ്റ്റ് മൂവ് നിങ്ങൾക്ക് കിട്ടും. അതിലും ട്രേഡ് ചെയ്യാം. ഫൈൻ. വേറെ ഏതെങ്കിലും സ്റ്റോക്സ് നോക്കാനുണ്ടെങ്കിൽ പറയാം. നമ്മള് ഒന്ന് രണ്ട് സ്റ്റോക്സിനകത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഇന്നലെ സൺഫ്ലാഗിൽ ബുക്ക് ചെയ്തു, ഇന്ന് NLCയിൽ ബുക്ക് ചെയ്തു. ക്യാംസ് ഓൾമോസ്റ്റ് ബുക്ക് ചെയ്യാറായിട്ടുണ്ട്. 3800 ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ കൂടെ ആയിട്ട്. ക്ലീൻ സയൻസ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഇടയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ കൊടുക്കുന്ന ലെവൽസ് ആണ് ഇത്. ഓൾമോസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അടുത്ത ക്ലീൻ സയൻസിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും മേളിൽ കയറി പോയിട്ടുണ്ട് ക്ലീൻ സയൻസ്. ഇനി അടുത്ത് ട്രിഡന്റ് ട്രിഗർ ചെയ്ത് വന്നതാണ്, 40 പോയിന്റ് സംതിങ് വന്നതാണ്. ഇതിന് മേളിൽ ക്ലോസിംഗ് ഇട്ടിരുന്നെങ്കിൽ നമുക്ക് സ്വിംഗ് എൻട്രി സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു. ഞാനത് അടുത്ത സ്വിംഗ് എൻട്രിയിലേക്ക് മാറ്റുന്നുണ്ട്. ITC, ട്രിഡന്റ് പോലുള്ള സ്റ്റോക്കുകൾ അടുത്ത സ്വിംഗ് എൻട്രിയിൽ കാണും. ഫർദർ സ്റ്റോക്സ് പറയാം. ഇന്ത്യ മാർട്ട് നേരത്തെ പറഞ്ഞ സ്റ്റോക്കാണ്, ഞാനിപ്പോ വാച്ച് ചെയ്യുന്നില്ല. ഓൾമോസ്റ്റ് കയറി പോയി കാണുന്നില്ല. ഓൾമോസ്റ്റ് ഇനിയും അതിൻ്റെ അത് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാം, വേണമെങ്കിൽ നോക്കിക്കോളുക. ഓൾമോസ്റ്റ് നമ്മുടെ ബ്രേക്ക്ഔട്ട് ലെവൽ ഇതായിരുന്നു, ഈ ഒരു പ്രൈസ് ആയിരുന്നു. 2640 ആയിരുന്നു ബൈ ലെവൽ. വീണ്ടും വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കയറാം കേട്ടോ. ഇതൊരു സ്വിംഗ് ആയിട്ട് വേണമെങ്കിൽ ഇനിയും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, കുറെ സ്റ്റോക്സ് കിടപ്പുണ്ട് കേട്ടോ. വിപ്രോ ഓൾമോസ്റ്റ് ഫസ്റ്റ് ടാർഗറ്റ് 540 ഇന്നലെ തന്നെ ഹിറ്റ് ചെയ്തു. 544 വരെ പോയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സോ ഓക്കെ, ബാക്കി എല്ലാ സ്റ്റോക്സും നിൽക്കട്ടെ. ദേവേനയ്ക്ക് നിങ്ങൾക്ക് ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കുറച്ച് ബൈ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. 160 റേഞ്ച്, 148 റേഞ്ച് ഒക്കെ നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ്. വേണമെങ്കിൽ കുറച്ച് മേടിച്ചിടാം. കാരണം ഏതൊരു മാർക്കറ്റ്, ഏതൊരു ഇലക്ഷൻ വന്നാലോ, ഏതൊക്കെ പാർട്ടി മാറിക്കൊണ്ടിരുന്നാലോ KFCയോടുള്ള നമ്മുടെ ഒരു കിഡ്സിനുള്ള, അല്ലെങ്കിൽ വലിയ ആൾക്കാർക്ക് വരെ ഉണ്ട് ആ ഒരു ക്രേവിങ്സ് എന്ന് പറയുന്നത് മാറാൻ പോകുന്നില്ല. സോ എവർഗ്രീൻ ആയിട്ടുള്ള സ്റ്റോക്സിനകത്ത് നമ്മൾ ക്യാഷ് ഇടുന്നതുകൊണ്ട് തെറ്റില്ല. ദേവയാനി ഓൾമോസ്റ്റ് എന്റെ കയ്യിൽ നല്ലൊരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ അതുപോലെ ഒന്ന് രണ്ട് നല്ല സ്റ്റോക്സ് നമ്മൾ ജൂബിലന്റ് ഫുഡൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല സ്റ്റോക്സ് ആണ്. ലോങ് ടേമിലേക്ക് നമുക്ക് ക്യാച്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന സ്റ്റോക്സ് കയ്യിലെടുത്ത് വെച്ചിരിക്കുക. അത് 24,000 ആണെങ്കിലോ മാർക്കറ്റ് 28,000 നോ മാറ്റർ അതൊരു എത്ര പ്രൈസ് എന്നുള്ളതല്ല, നമ്മുടെ സ്റ്റോക്കിന്റെ ക്വാളിറ്റിയാണ് അവിടെ നോക്കാനുള്ളത്. ഫണ്ടമെന്റലി ഗുഡ് ആയിട്ടുള്ള സ്റ്റോക്സിൽ പോവാം. ഓക്കെ, നിഫ്റ്റിയിലും ഒരു ട്രേഡ് ട്രിഗർ ചെയ്യുന്നുണ്ട്. 24,240 എബോവ് ആണ് നിൽക്കുന്നത്. CE ട്രേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടേതായ ഒരു അനാലിസിസിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ നോക്കാന്നുള്ളതാണ്. ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ്, കുറച്ചുകൂടെ മേലിലോട്ട് വരട്ടെ. 2280 എബോവ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ ഒരു, അപ്പോഴും ഇൻസൈഡ് ക്യാൻഡിൽ തന്നെയാണ്, എന്നാലും ഒരു പാർഷ്യലി എൻഗൾഫിങ് വേണമെങ്കിൽ ചിന്തിച്ച് വെക്കാം. കാരണം ഈ ഒരു ക്യാൻഡിലിന്റെ ലോ കൂടെ നമുക്ക് എടുത്തിട്ട് ഇതിനൊരു പാർഷ്യലി എൻഗൾഫിങ് വേണമെങ്കിൽ എടുത്തു വെക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ, ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഫൈൻ. റെസിസ്റ്റൻസ് ആവാൻ പോകുന്നുണ്ട്. 24,500 റേഞ്ച് ആണ് അതിന്റെ യഥാർത്ഥ റെസിസ്റ്റൻസ്. എന്നാലും ഇന്നത്തെ ദിവസം അത്യാവശ്യം 400 റെസിസ്റ്റൻസ് ആയി. സോ ഇനി ഞാൻ ഒരുപാട് ടോപ്പിക് പറഞ്ഞ് ടഫ് ആക്കുന്നില്ല. IT സെക്ടറിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ HDFC ബാങ്ക് കാരണം ഒരു മൂവ്മെന്റ് കാണുന്നുണ്ട്. സോ അത് വീണ്ടും ഇന്ന് കണ്ടിന്യൂ ചെയ്തേക്കാം. അതിനനുസരിച്ച് ഇൻട്രാഡേ സ്റ്റോക്സ് നിങ്ങൾക്ക് അവിടെ നോക്കാന്നുള്ളതാണ്. കെയിൻസ് ഒക്കെ നമ്മൾ ബുക്ക് ചെയ്ത സ്റ്റോക്സ് ആണ്. വേറെ FMCGയിൽ ഒരു നല്ലൊരു മൂവ്മെന്റ് കാണുന്നുണ്ട്. ഇൻട്രാഡേ എടുക്കുമ്പോൾ ഒരു നോർമൽ മൂവ്മെന്റ് വരുന്നുള്ളൂ. സ്വിംഗ് എടുക്കുന്ന ആർക്കെങ്കിലും ഒക്കെ ആണെങ്കിൽ അവിടുത്തെ സ്റ്റോക്സ് നോക്കാം. ഓൾറെഡി ഞാൻ ITC അടുത്ത സ്വിംഗ് സ്റ്റോക്കിന്റെ ഇടയിൽ പറയാൻ നിൽക്കുകയാണ്. ഡാബറൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻട്രാഡേയിൽ ഇന്ന് വേണമെങ്കിൽ നോക്കാം. ഞാൻ നാളെ ഇല്ല, ഇന്ന് തന്നെ ഞാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ സ്വിംഗ് സ്റ്റോക്സ് ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം. ഓക്കെ, 10:15 ബാച്ച് 8 സ്റ്റുഡൻസിന് ക്ലാസ് ഉണ്ട്. സോ ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ തീർക്കുവാണ്.
ഇൻട്രാഡേ സ്റ്റോക്സ് ഞാനും അഫ്സലും ഇനിയും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ലൈവിൽ കാണുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സജില് ഓക്കെ, സ്വിങ് ട്രേഡ് ചെയ്യുന്ന വ്യക്തി അല്ലേ? ഓക്കെ ഫൈൻ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഗോകുൽ ആ പൊസിഷൻ കൊടുത്തു കാണണമല്ലോ, അത്യാവശ്യം കൊടുക്കാൻ പറ്റുന്ന ഏരിയയാണ്. ഇനിയും കയറി പോവാം, പക്ഷെ എക്സ്പയറി ആയതുകൊണ്ട് നമുക്ക് പ്രീമിയം ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഓക്കെ, എന്റെ ഓഡിയോ ഓക്കെ അല്ലേ? നിങ്ങളുടെ വോയിസ് ഞാൻ കാണുന്നില്ല, അതുകൊണ്ടാണ്. ആരെങ്കിലും ഒന്ന് റിപ്ലൈ ഇടാവോ? ഓഡിയോ ഓക്കെ ആണോ? ഓക്കെ. സനലിന്റെ ഓഡിയോ എനിക്ക് കിട്ടിയില്ല, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവാം. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും ഞാൻ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്തു. ഇൻട്രാഡേ സ്റ്റോക്സ് ഞാൻ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോ ഞാൻ ഇന്നത്തെ സെഷൻ തൽക്കാലം ക്ലോസ് ചെയ്യാണ്. സ്ക്രീൻഷോട്ട്. ഓക്കെ, രാവിലെ ട്രേഡിൽ കയറിയ ഒരു മിനിറ്റ്. ഓക്കെ, പോസിറ്റീവിലല്ലേ വൈശാഖ്? നല്ലതല്ലേ, സന്തോഷം. ഓക്കെ, വൈശാഖ് ഇറങ്ങിയല്ലേ? ഓക്കെ, രാവിലെ തന്നെ അവിടെ സിയില് ബുക്ക് ചെയ്തിട്ടുണ്ട്, പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, നല്ല സന്തോഷം. ആ ട്രേഡ് ഏതാണ് ട്രേഡ്? ബാങ്ക് നിഫ്റ്റിയാണ് ഞാൻ പറഞ്ഞ, നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും. ഓക്കെ, കുഴപ്പമില്ല, നല്ലത് തന്നെ. ആ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കയറി പോട്ടെ. ഇനിയും അത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒന്നുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യും. മാർക്കറ്റിൽ ഇനി ഒരു ബുള്ളിഷ്നെസ് വരാൻ സാധ്യത കാണിക്കുന്നുണ്ട്. നോക്കിയിട്ട് ആ ഒരു ട്രേഡ് കയറിയിരുന്നാൽ മതി. ഞാന് ഓൾമോസ്റ്റ് നമ്മുടെ റെസിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. 960 എന്നുള്ള ഒരു റെസിസ്റ്റൻസ് ആണ്. നോക്കിയിട്ട് ഇനിയും മേളിലോട്ട് വരികയാണെങ്കിൽ 53,000 മേളിലോട്ട് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പോയി നോക്കൂ. പക്ഷെ പ്രീമിയം 0 പോകാനുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. ഓക്കെ, കറക്റ്റ് ആണ്. 50 to 800 മേളിൽ പോകുമ്പോൾ അത് എടുക്കുക എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നല്ലതാ. അപ്പൊ അതിന്റെ ടാർഗറ്റ് 960, 940 to 960, 140 പോയിന്റ് ബാങ്ക് നിഫ്റ്റിയിൽ ക്യാച്ച് ചെയ്യുക എന്നുള്ളത് വളരെ മാന്യമായിട്ടുള്ള ഒരു പ്രോഫിറ്റ്. ഓക്കെ, അപ്പോ ഞാൻ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്തു. നോക്കൂ, ഞാൻ കൊടാക് ബാങ്ക് അതിന് പറഞ്ഞതിന് ശേഷം വീണ്ടും കയറുന്നുണ്ട്. ഇനിയും അതായത് 80ക്ക് മേളിലൊരു ട്രേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 86 ആയി. അത് 800ലേക്ക് പോകാൻ സാധ്യതയുണ്ട്. HDFC ബാങ്ക് തിരിച്ചു വരുന്നുണ്ട്. സോ 70-80ക്ക് മേളിൽ നിങ്ങൾക്ക് അവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാന്നുള്ളതാണ്. ഒന്നുകൂടെ വരട്ടെ. ഞാനിതെല്ലാം 4 hour ടൈം ഫ്രെയിം ആണ് ഇട്ടിരിക്കുന്നത്. ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുന്ന കാണുന്നുണ്ട്. ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് നോക്കാം, ആലോചിക്കാം. ഇല്ലെങ്കിൽ 80ക്ക് മേളിൽ വന്നിട്ട് എടുത്താൽ മതി. ഓക്കെ, ഞാനപ്പോ എന്റെ ലൈവ് ഇന്നത്തെ സെഷൻ ക്ലോസ് ചെയ്യാം. പ്രത്യേകിച്ച് ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ, നമുക്ക് ഇപ്പോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇത് വീണ്ടും വീഡിയോ ഇടാനുള്ളതാണ്. ഓക്കെ, അപ്പൊ ഓക്കെ, ഗൂഗിൾ 900 ടാർഗറ്റ് സെറ്റ് ചെയ്ത് G80 ഇട്ടു. ഓക്കെ, കുഴപ്പമില്ല. ടാർഗറ്റില് നമ്മൾ ഓർഡർ കയ്യിലുണ്ടല്ലോ, വേറെ പ്രശ്നമില്ല. ഫിസിക്കലി അത് കീപ്പ് ചെയ്തിരിക്കണം. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാല് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിനകത്ത് ആ പ്രീമിയം നമ്മുടെ SL ബ്രേക്ക് ചെയ്ത് കയ്യിൽ പോകുമ്പോൾ നമ്മൾ ആ SLന്റെ നമ്പർ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. ആക്ച്വലി ആ നമ്പർ പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. സോ ഓൺ സിസ്റ്റം നമ്മൾ SL കീപ്പ് ചെയ്തിരിക്കണം എന്നുള്ളത് മെയിൻലി നമ്മുടെ എക്സ്പയറിയിൽ നമ്മൾ ഓൺ സിസ്റ്റം SL കീപ്പ് ചെയ്തേ പറ്റുള്ളൂ. അതും നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടി വരും. പലപ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയിട്ടുള്ളതാണ്. SL കീപ്പ് ചെയ്തതിനു ശേഷം SL ബ്രേക്ക് ചെയ്ത് പ്രീമിയം താഴോട്ട് പോകും. നമ്മുടെ ഓർഡർ ഓപ്പൺ ഓർഡറിൽ കിടക്കും. 300 രൂപയ്ക്ക് വെച്ച SL ആയിരിക്കും. ആ SL ഓപ്പൺ ഓർഡറിൽ കിടന്നിട്ട് ആ പ്രീമിയം 0യിൽ പോയി ഞങ്ങൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് SL വെക്കുന്നത് മാത്രമല്ല, അവിടെ ടെക്നിക്കൽ എറർ വരാം, നമ്മുടെ മിസ്റ്റേക്ക് വരാം. സോ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഒരിക്കൽ കൂടെ 300 വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുക. കയ്യിൽ നിന്ന് വിട്ടുപോയി 270 ആയിപ്പോയെന്ന് പറഞ്ഞാലും മാനുവലി ഓർഡർ എക്സിറ്റ് ചെയ്ത് കളയുക. കാരണം അത് ഒരിക്കലും തിരിച്ചു വരാൻ പോസിബിലിറ്റി ചിലപ്പോൾ കാണിക്കണം എന്നില്ല. 0യിലേക്കായിരിക്കും പോവുക. 240 പോയി തിരിച്ചു വന്നാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ 240 നിന്നിരുന്നെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇത് അങ്ങനെയല്ല, നമ്മുടെ പ്രീമിയം 0 ആവും, വൈപ്പ് ഔട്ട് ആവും. സോ അതിൽ റിസ്ക് എടുക്കാതിരിക്കുക. ഞാൻ വെറുതെ ജസ്റ്റ് കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോ ഞാൻ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിന്റെ വീഡിയോ ഞാൻ ഗ്രൂപ്പിനകത്ത് ഇട്ടിരിക്കും. HDFC ബാങ്ക് തന്നെയാണ് ഡ്രിവൺ ആയിട്ട് നിൽക്കുന്ന മാർക്കറ്റ്. അങ്ങനെ തന്നെ കയറി പൊക്കോട്ടെ. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നോക്കി ട്രേഡ് ചെയ്യാം. ഓക്കെ, അപ്പോ ഓക്കെ, ടേക്ക് കെയർ, ബൈ. വേറെ ഡൗട്ട് ഇല്ലല്ലോ?